മത്സ്യബന്ധനത്തിനിടെ അപകടത്തിൽപ്പെട്ട വേമ്പനാട്ട് കായലിന്റെ നടുവിൽ 2 മണിക്കൂറോളം മരണത്തോട് പൊരുതിയ മത്സ്യത്തൊഴിലാളിക്ക് രക്ഷകനായി ഇന്ത്യൻ നേവി. തേവര ഫെറി സ്വദേശി രമണനാണ് രാത്രിയിൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ടത്. അപകടത്തിൽ രമണന്റെ ഫൈബർ വള്ളം പൂർണ്ണമായും മുങ്ങിപ്പോയി. ശക്തമായ ഒഴുക്കിലും കായലിന് നടുവിലെ ഊന്നിക്കുറ്റിയിൽ പിടിച്ച് മണിക്കൂറുകളാണ് വെള്ളത്തിൽ കിടന്നത്. കഴിഞ്ഞ ദിവസമാണ് വേമ്പനാട്ട് കായലിൻ്റെ തേവര ഭാഗത്ത് മത്സ്യത്തൊഴിലാളിയായ രമണൻ തൻ്റെ വള്ളവും വലയുമായി പോകുന്ന സമയത്ത് ശക്തമായ കാറ്റും ശക്തമായ ഒഴുക്കും മൂലം വള്ളം മറിയുകയും വള്ളവും വലയും നഷ്ടപ്പെട്ട് തലനാരിഴക്കാണ് ജീവൻ രക്ഷപ്പെട്ടത്. ഇപ്പോൾ നമ്മോടൊപ്പം രമണൻ ചേരുന്നുണ്ട്. അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? വല നീട്ടി വെള്ളം വലവിൽ ചെന്ന് പാട്ടിച്ചൊന്നടിച്ച് വഞ്ചി കവന്നു. വല മാടിക്കൊണ്ടിരിക്കുകയായിരുന്നേ. മാടി തീർക്കാനും പറ്റിയില്ല. മാടി തീർന്നതിന് മുമ്പേ ഒന്ന് പാട്ടിച്ചെന്ന് വഞ്ചി ഒട്ടടിച്ച് തെക്കോട്ട് കവന്നും പോയി. ഒഴുക്ക് നല്ല ഒഴുക്കായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ മുന്നിപ്പാടെ കുറ്റിയെ കയറി പിടിച്ച് അവിടെ കിടന്നു. വഞ്ചി പൂർണ്ണമായിട്ടും കവന്നുപോയി. വഞ്ചി പൂർണ്ണമായിട്ട് കവന്നുപോയി. ഫ്ലൈവർ വഞ്ചി അത് താന്നു പോവുകയെ പൊങ്ങയില്ല. പിന്നെ കിട്ടിയില്ല. പിന്നെ കിട്ടിയില്ല. അത്രയും നേരം 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ രാത്രി സമയമായിരുന്നു. ഒരു 10 മണി കഴിഞ്ഞ് 10 മണി കഴിഞ്ഞു. 2 മണിക്കൂർ നേരം അവിടെ പിടിച്ച് കിടന്നപ്പോഴത്തേക്ക് ഇരുട്ടാണ് അല്ലേ? അപ്പോൾ ഇരുട്ടാണ്. അങ്ങനെ തണുപ്പും കൂടിയില്ലേ? തണുപ്പും. അതാണ് ഞാൻ പിന്നെ കിടന്ന ആരും വന്നില്ലെങ്കിൽ രാത്രിയല്ലേ, ആരും വരികയില്ല. പണിക്കാരെങ്കിലും വന്നെങ്കിലും കൂവനെ പിടിക്കാനേ പറ്റുള്ളൂ. അത് കാരണമാണ് ഒച്ചയിൽ ഞാൻ അയ്യോട്ടുകയും കൂവുകയും ചെയ്തു. കരയിൽ നിന്ന് ആരെങ്കിലും വരാനുണ്ട്. കൊച്ചിക്കാരനൊരു പയ്യനാ. അവനാണ് പാലത്ത് നീ ഒച്ച കേട്ടുകൊണ്ട് നേവിക്കാരെ വിളിച്ചത്. വെള്ളമായിട്ട് വന്നത് ആരാ? വെള്ളമായിട്ട് വന്നത് തേവര തോടിൻ്റെ അവിടെയുള്ള ഞാൻ അറിയുന്ന പാട്ട് തന്നെയാണ്. അപ്പോൾ നേവിക്കാരുടെ ബോട്ടും വന്നു. നേവിക്കാരുടെ ബോട്ട് വന്ന് ലൈറ്റ് അടിച്ച് കാണിച്ച്. എത്ര സമയം എടുത്തു ആൾ വരാനായിട്ട്? ആൾ വരാനായിട്ടൊരു 2 മണിക്കൂറോളം എടുത്തു. അത്രയും സമയം ആ കുറ്റിയെ പിടിച്ച് വെള്ളത്തിൽ കുറ്റിയെ പിടിച്ച് കിടക്കെ. അതിനെ കുറ്റിയിൽ നിന്ന് പിടിവിട്ട് കഴിഞ്ഞാൽ പിടിവിട്ടാൽ പോയി. പിടിവിട്ടാൽ പിന്നെ നീന്തി നടക്കാനേ പറ്റുള്ളൂ. വെള്ളത്തിൽ പോയാൽ നീന്തി നടക്കും. താഴത്ത് പോകലേ ഞാൻ. കരയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു ആരോഗ്യമൊക്കെ? കരയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പോലീസൊക്കെ വന്നു അവിടെ കരയിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആംബുലൻസും വന്നു. നഷ്ടപ്പെട്ടത് എന്തൊക്കെ? വഞ്ചിയും വലയും പിന്നെ ചെരുപ്പ്, ഒരു ബക്കറ്റ്, പിന്നെ മഴക്കോട്ട്. അതിശക്തമായ ഒഴുക്കായിരുന്നു അല്ലേ? ശക്തമായ വലിയമായിരുന്നു. 2 മണിക്കൂർ നേരമാണ് ആ കായലിൽ നടുക്കായലിൽ ആ വലിയ ശക്തമായ ഒഴുക്കിൽ രമണൻ ചേട്ടൻ പിടിച്ചു കിടന്നത്. ഒരുപക്ഷെ ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റുന്നതും. അതിശക്തമായ ഒഴുക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. ആന്റണി ഗ്രിഗറിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.